വെള്ളരിക്കുണ്ടിന്റെ സമഗ്ര വികസനം എന്ന വിഷയം മുൻനിർത്തി വോട്ടർമാർ സ്ഥാനാർത്ഥികളുമായി സംവദിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംവാദ പരിപാടിക്ക് വേദിയൊരുക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളരിക്കുണ്ടിന്റെ സമഗ്ര വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളരിക്കുണ്ട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് കാനാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജനാധിപത്യം നിങ്ങൾക്കറിയാം, ആരോടും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ ആധിപത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളിൽ ആരാണോ ഭൂരിപക്ഷം കിട്ടുന്ന അവർ അടുത്ത 5 വർഷത്തെ ആ വാർഡിൻ്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവിടുത്തെ മെമ്പർമാരുടെ ക്ഷേമങ്ങൾ ഉറപ്പാക്കാനും ഒക്കെ ചെയ്യേണ്ട ഒരുപാട് ചുമതലകളുള്ള ഒരു കാര്യമാണ്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ അധ്യക്ഷനായി. മാലോം യൂണിറ്റ് പ്രസിഡന്റ് ടോമിച്ചൻ കാഞ്ഞിരമറ്റം ആശംസ നേർന്നു. വെള്ളരിക്കുണ്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു കല്ലറക്കൽ സ്വാഗതവും ട്രഷറർ PV ഷാജി നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ വിൻസി ജെയിൻ, KS രമണി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സഫീന ഫൈസൽ, CK ഗീത, ബളാൽ പഞ്ചായത്ത് 14ാം വാർഡ് സ്ഥാനാർത്ഥികളായ തോമസ് ചാക്കോ, ഷോബി ജോസഫ്, 15ാം വാർഡ് സ്ഥാനാർത്ഥികളായ അഗസ്റ്റിൻ ജോർജ്, ഷാജൻ പൈങ്ങോട്ട്, ജയേഷ് ജെയിംസ്, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് സ്ഥാനാർത്ഥി സന്തോഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനമായ ഈ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും രാജപുരം തൊട്ട് നമ്മുടെ കല്ലഞ്ചിറ വരെയുള്ള ജില്ലാ പഞ്ചായത്ത് റോഡും മെക്കാഡിംഗ് റോഡ് ഞാൻ ജയിച്ചു വന്നാൽ ചെയ്തു തരും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. 14ാം വാർഡിൽ 1400 വോട്ടുണ്ട്. ഞങ്ങൾക്ക് അര വോട്ടേ ഉള്ളൂ. 15ാം വാർഡ് വെച്ച് നോക്കിയാൽ 15ാം വാർഡിൽ ആകെ 750 വോട്ടേ ഉള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരുകളുടെ എല്ലാം സഹായത്തോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം ബൃഹത് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വെള്ളരിക്കുണ്ടിന്റെ പൊതുവായ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളുമായി സംവദിക്കാനുള്ള അപൂർവമായ അവസരം നൽകിയ പരിപാടിയിൽ MK സതീഷ് മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.